ഗ്രീൻ പീസ് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഈ കറിക്ക് ഇന്നൊരു സ്പെഷ്യൽ സംഭവം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതെന്താ നമുക്ക് നോക്കാം. ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിലിട്ട് നമ്മൾ പിറ്റേ ദിവസമാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ സവാള അതിനായി കട്ട് ചെയ്യാം. ഒരു കുക്കർ എന്നിട്ട് അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വെള്ളവും എണ്ണയും കൂടി മിക്സായി പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ശേഷം നമുക്ക് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കാം. ഇന്ന് ഞാൻ കല്ലിലാണ് പേസ്റ്റ് ഉണ്ടാക്കുന്നത്. കല്ലിൽ ചതച്ചാൽ ഒന്നും കൂടി ടേസ്റ്റാണ് കറിക്ക്. ഒരു ചെറിയ ഉള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചതച്ച പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇടാം. വീണ്ടും വഴറ്റി കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം വഴണ്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതെല്ലാം വീണ്ടും മിക്സ് ചെയ്യാം. സിമ്മിലാക്കി മിക്സ് ചെയ്യണം, ചെറിയ തീയിൽ, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. 2 പച്ചമുളകും നമ്മൾ കീറിയിട്ടിട്ടുണ്ട്. പിന്നെ വേപ്പില, പിന്നെ നമ്മുടെ പൊടികളാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 3/4 ടേബിൾ സ്പൂൺ, കുരുമുളകും 1/2 ടേബിൾ സ്പൂൺ. എന്നിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് മസാല ഇതിൽ നിന്ന് മാറ്റി വെക്കാം. അത് പിന്നെ നമുക്ക് അരച്ച് ആഡ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ നമ്മൾ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം കുക്കറിലുള്ള മസാലയിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്യാം. ഗ്രീൻ പീസ് കറി നല്ല ടേസ്റ്റാണ്. നമുക്ക് അപ്പം, പൊറോട്ട, ചപ്പാത്തി കൂടെയൊക്കെ നല്ല കോംബോ ആണ്. നമ്മളെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് ഈ കറി. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിനൊക്കെ സ്യൂട്ടായ ഒരു കറിയാണ്. അങ്ങനെ നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം ആഡ് ചെയ്തു വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിലിന് വെന്ത് കിട്ടുന്നതാണ്. ആ സമയം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു സ്പെഷ്യൽ സംഭവം ആഡ് ചെയ്യാം. അത് നമ്മുടെ കടലയാണ്. കടലയും ഈ മസാലയും അരച്ചെടുത്ത് പിന്നെ കറിയിലേക്ക് ആഡ് ചെയ്യാം. സൂപ്പർ കറി റെഡി.